ഹലോ ഫ്രണ്ട്സ്, ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു മോഡൽ സ്ലീവ് ആണിത്. അപ്പോൾ ഇതിൻ്റെ കട്ടിങ് ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ഇൻസ്റ്റയിൽ ഒരു മെസ്സേജ് വന്നുകൊണ്ടാണ് ഇന്ന് ഈ ഒരു സ്ലീവിൻ്റെ കട്ടിങ് കാണിച്ചു തരാമെന്ന് വിചാരിച്ചത്. ഈ ഒരു സ്ലീവിന് വേണ്ടി നമുക്ക് ആദ്യം നോർമൽ സ്ലീവ്, നമ്മൾ എങ്ങനത്തെ സ്ലീവാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്, ഹാഫ് ആണെങ്കിൽ അതിൻ്റെ ലെങ്ത്തൊക്കെ കറക്റ്റായി ഇതുപോലെ സ്റ്റിച്ചൊക്കെ ചെയ്ത് താഴെ ഭാഗമൊക്കെ മടക്കി സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് നമുക്ക് മാറ്റി വെക്കാം. കണ്ടോ? എന്നിട്ട് ഇതാ അടുത്തത് ഈ ഒരു തുണി എടുക്കുമ്പോൾ മാത്രമേ നമുക്ക് ശ്രദ്ധിക്കാനുള്ളൂ. ഇതുപോലെ രണ്ടായി മടക്കിയിട്ട് ഇതിൻ്റെ നീളവും വീതിയും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേ. അതിന് മുന്നേ ഇതാ മുകളിലത്തെ ഭാഗത്ത് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് ചെറിയൊരു ചെരിവുണ്ട് നമ്മളെ തുണിക്ക്. അപ്പോൾ അതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കട്ടെ. എന്നിട്ട് താഴോട്ടേക്ക് നമുക്കൊരു 14 ഇഞ്ചാണ് ലെങ്ത്ത് വേണ്ടത്. അപ്പോൾ 14 ഇഞ്ച് കറക്റ്റ് ചെയ്തിട്ട് ഞാനിതാ താഴെയും സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുന്നുണ്ട്. ഈ 14 എന്ന് പറഞ്ഞ ലെങ്ത്തിന് നിങ്ങൾക്ക് 15ഓ 16ഓ ആക്കി കൂടുതൽ എടുക്കാം. അപ്പോൾ കൂടുതൽ പ്ലീറ്റ്സ് വരുന്ന രീതിയിൽ ആയി വരും. എന്നിട്ട് ഈ മുകളിലത്തെ ഈ വരച്ച ലൈനിൽ കൂടെ അങ്ങ് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. നമുക്ക് ലെവലല്ലാത്ത പോലെ ഉണ്ടായതാണ് അത്. എന്നിട്ട് താഴത്തെ 14 മാർക്ക് ചെയ്തതിൻ്റെ ബാക്കി വരുന്ന ആ ഒരു വേസ്റ്റ് ഭാഗവും കട്ട് ചെയ്ത് മാറ്റിയിട്ട് വീതി എങ്ങനെയാണ് ഞാൻ എടുക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്ക് 7 ഇഞ്ച് വീതി വേണം. മടക്ക് ഭാഗത്ത് നിന്ന് ഇപ്പുറത്തെ ഭാഗത്തേക്ക് വേണം മാർക്ക് ചെയ്യാൻ. 7 ഇഞ്ച് മാർക്ക് ചെയ്തു ഈ ഒരു മുകളിലത്തെ ഭാഗത്ത്. ഇനി ഇതാ താഴത്തെ ഭാഗത്ത് നമുക്ക് 3 ഇഞ്ചാണ് വീതി മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഒരു 3 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് ഈ ഒരു 2 പോയിൻറ്റ്സും തമ്മിൽ നമുക്ക് സ്കെയിൽ വെച്ച് ജോയിൻ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതാ ഈ ലൈൻ വരച്ചത് കൂടെ സൈഡിൽ വരുന്നതിനെ കട്ട് ചെയ്ത് നമുക്ക് കളയാം. ഇത്ര വരെ കട്ട് ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് എന്ത് ചെയ്തു കൊടുക്കാം, ഇതിനെ നിവർത്തിയിട്ട് ഇതിൻ്റെ 2 ഭാഗവും നമുക്ക് മടക്കി അടിച്ചു കൊടുക്കണം. താഴത്തെ ഭാഗവും മുകളിലത്തെ ഭാഗവും മടക്കി അടിക്കണം. രണ്ടായി ചെറുതായിട്ട് മടക്കി അടിച്ചു കൊടുത്താൽ മതി. വലിയ രീതിയിൽ മടക്കി അടിക്കരുത്. ഒരു 4 ഇഞ്ച് വരുന്ന രീതിയിൽ മടക്കിയിട്ട് രണ്ടും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഭാഗം മടക്കി അടിച്ചു. ഇനി ഇതാ അപ്പുറത്തെ ഭാഗവും ഇതുപോലെ മടക്കി അടിച്ച് കൊടുക്കണം. ഇത്ര വരെ മനസ്സിലായില്ലേ? ഇത്രയേ വരുന്നുള്ളൂ നമ്മളെ കട്ടിങ്. 2 ഭാഗവും മടക്കി അടിച്ചു. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യണം. അതിന് മുന്നേ ഞാനൊരു ലേസ് വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതാ ഇതിൻ്റെ വീതി കൂടിയ ഭാഗത്ത് ഇതുപോലെ ഹാങ്ങിങ് വരുന്ന രീതിയിലുള്ള ടൈപ്പ് സാധനങ്ങൾ നിങ്ങൾക്ക് വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ സാധാ നോർമൽ ലേസ് നിങ്ങൾക്ക് വെച്ച് കൊടുക്കാം. നല്ല ഭംഗിയുണ്ടാവും ഇത് ചെയ്ത് കഴിഞ്ഞാൽ കേട്ടോ. അപ്പോൾ ഞാനിതാ ഒരു സിമ്പിൾ ലേസാണ് വെച്ച് കൊടുക്കുന്നത്. നമ്മളിപ്പോൾ മടക്കി സ്റ്റിച്ച് ചെയ്ത ആ ഒരു 2 ഭാഗത്തും നമുക്കിതുപോലെ ലേസ് വെച്ച് കൊടുക്കണം. ഇതുപോലെ ലേസൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണം. നമ്മൾ ഏത് ഭാഗത്ത് നിന്ന് വേണമെങ്കിൽ നമുക്ക് പ്ലീറ്റ്സുകൾ ഇട്ട് കൊടുക്കാം. ഞാനിതാ ഈ ഒരു സൈഡിൽ നിന്ന് നമുക്കിതുപോലെ പ്ലീറ്റ്സുകൾ ഇട്ട് കൊടുക്കണം. അടുപ്പിച്ചടുപ്പിച്ച് പ്ലീറ്റ്സുകൾ ഇട്ട് കൊടുക്കാം. നമുക്ക് ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ ഞാനിത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പം തന്നെ നിങ്ങൾക്ക് ഐഡിയ കിട്ടുമേ. ഇതാ കണ്ടില്ലേ, ഈ ഒരു സൈഡ് ചെയ്തത് കണ്ടില്ലേ നിങ്ങൾ? ഇതേപോലെ ഇപ്പുറത്തെ ഭാഗത്തും നമുക്ക് പ്ലീറ്റ്സുകൾ ഇട്ട് എടുക്കണം. ഇപ്പോൾ ചെയ്ത പോലെ തന്നെ ഏത് ഭാഗത്തേക്കാണോ പ്ലീറ്റ്സ് ഇട്ടത് സെയിം അതുപോലെ തന്നെ ചെയ്യണം. ഇതാ കണ്ടില്ലേ, ഞാനിതാ ഇപ്പുറത്തെ ഭാഗത്തും പ്ലീറ്റ്സുകൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പുറത്തെ പ്ലീറ്റ്സ് മുകളിലോട്ടേക്ക് വരുന്ന രീതിയിലും അപ്പുറത്തെ ഭാഗത്തെ പ്ലീറ്റ്സ് താഴിലോട്ടേക്ക് വരുന്ന രീതിയിലും രണ്ടും 2 രീതിയിലായി പോകരുത് എന്നാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ പറഞ്ഞത്.
ഇതാ 2 ഭാഗത്തെയും പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. രണ്ടും ഒരേപോലെ ആയിരിക്കണം കേട്ടോ. ഇപ്പുറത്തേത് വലിയതും അപ്പുറത്തേത് ചെറുതും പോലെ ആയി പോകരുത്. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ രണ്ടും ഒരേ അളവിൽ തന്നെ നമുക്ക് കിട്ടണം. ഇനി നമുക്ക് അടുത്ത പരിപാടി നോക്കാം. ഇതുപോലെയാണ് ഉണ്ടാവുന്നത്. ഇത് ഓർഗാൻസ ടൈപ്പ് തുണിയാണ്. കുറച്ചൊന്ന് പൊന്തി നിൽക്കുന്നുണ്ട്. അതൊക്കെ ഭംഗിയിൽ നമ്മളെ ഡ്രസ്സ് ഇട്ട് കഴിയുമ്പം നിന്നോളും. ഇനി നമ്മളുടെ ഈ ഒരു നോർമൽ സ്ലീവ് എടുത്തിട്ട് അതിൻ്റെ മിഡ് പോയിന്റിലൊരു കട്ടിങ് കൊടുക്കണം. അല്ലെങ്കിൽ ചോക്ക് കൊണ്ടൊന്ന് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഈ ഒരു മിഡ് പോയിന്റിൻ്റെ 2 ഭാഗത്തേക്കും നമുക്ക് 2 ഇഞ്ച് വെച്ചിട്ട് വേണം മാർക്ക് ചെയ്ത് കൊടുക്കാൻ. കണ്ടില്ലേ, മിഡ് പോയിന്റിൻ്റെ ഇപ്പുറത്തേക്ക് 2 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തു. മിഡ് പോയിന്റ് അവിടുന്ന് തൊട്ടിപ്പുറത്തെ ഭാഗത്തേക്കും 2 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കണ്ടില്ലേ, ഈ ഒരു ഭാഗമാണ് നമുക്ക് ഈ 2 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇവിടുന്നും ഇപ്പുറത്തേക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടത്. കണ്ടോ, ഞാൻ വെച്ചത് കണ്ടല്ലോ. ഇവിടെ എന്നിട്ട് സ്റ്റിച്ച് കൊടുക്കുക. അതുപോലെ വേണം അപ്പുറത്തെ ഭാഗത്തും ഈ ഒരു ഭാഗത്ത് ഈ 2 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടുന്ന് മുതൽ അങ്ങോട്ടേക്ക് സ്റ്റിച്ച് കൊടുത്ത് ഇതിവിടെ ജോയിൻ ചെയ്തെടുക്കണം. നോക്ക്, 2 ഇഞ്ച് മാർക്ക് ചെയ്തത് ഇവിടെയാണ്. ഇവിടെ വെച്ചിട്ട് അങ്ങോട്ടേക്ക് ഈ തയ്യൽ തുമ്പിൻ്റെ ഭാഗത്തേക്കാണ്, മിഡ് പോയിൻ്റിൻ്റെ ഭാഗത്തേക്കല്ല, ശ്രദ്ധിക്കണം. ഇതുപോലെ വെച്ച് സ്ലീവിന് ഈ ഒരു പീസ് നമ്മൾ ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അപ്പുറത്തെ ഭാഗത്തും ഇപ്പം ചെയ്ത പോലെ 2 ഇഞ്ച് മാർക്ക് ചെയ്ത് അടന്ന് വേണം സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കാൻ. ഇതുപോലെ 2 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്ത് ഈ ഒരു ഭാഗം വെച്ചു. സ്റ്റിച്ച് ചെയ്യാനാണ് പോകുന്നത്. രണ്ട് ഭാഗവും സ്റ്റിച്ച് ചെയ്തു. ഇനി നമ്മൾ സ്ലീവ് എങ്ങനെയാണോ ജോയിൻ ചെയ്യുന്നത് അതേ രീതിയിൽ നമ്മൾ ബോഡി പാർട്ടുമായിട്ട് ജോയിൻ ചെയ്താൽ മതിയെന്നേ ഉള്ളൂ. നല്ല ഭംഗിയായിട്ട് തന്നെ നിൽക്കും നമ്മളെ സ്ലീവ്. കണ്ടോ, ഇതുപോലെയാണ് ഈ ഒരു മോഡൽ സ്ലീവ് നിങ്ങൾ ചെയ്യേണ്ടത്. ഈസിയാണ്. ഇതുപോലെ നമുക്ക് ചെറിയ മാറ്റം വരുത്തി വേറെ രീതിയിലും ഒക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഒരു തവണ ഇത് ചെയ്ത് നോക്കിയാൽ മതി. കണ്ടോ, ഞാനിത് ഒരു ബോഡി പാർട്ടിൽ വെച്ചിട്ട് കൂടെ നിങ്ങൾക്ക് കാണിച്ച് തന്നേക്കാം ഇതിൻ്റെ ഭംഗി. നോക്ക്, നമ്മളിതാ കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ ഇതേപോലെ നിൽക്കും ഈ ഒരു സ്ലീവ്. നല്ല ഭംഗിയാണ്. ഗൗണിനൊക്കെ ചെയ്ത് കൊടുത്താൽ എന്ത് ഭംഗിയായിരിക്കും എന്നറിയോ. പ്രത്യേകിച്ച് കിഡ്സിൻ്റെയൊക്കെ അടിപൊളിയായിരിക്കും. കണ്ടോ, നമുക്ക് വേണമെങ്കിൽ ഇവിടെ ലേസ് കൊടുക്കാണ്ട് ഈ മുകളിലത്തെ ഭാഗത്ത് കുറച്ച് പ്ലീറ്റ്സ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് വേറെ ഒരു മോഡൽ സ്ലീവായി മാറി. കണ്ടോ, ഇതേപോലെ നിൽക്കും. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്കിത് ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. മനസ്സിലായല്ലോ. ആദ്യം നോർമൽ സ്ലീവ് കട്ട് ചെയ്ത് ഇങ്ങനെ ഒരു പ്ലീറ്റ്സ് ഇട്ട തുണി അവിടെ വെച്ച് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എന്നാൽ ശരി, നമുക്ക് വേറൊരു മോഡൽ ഡ്രസ്സുമായിട്ട് അടുത്ത് തന്നെ കാണാം. ബൈ.